ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 44-ാമത്തെ ദിവസം വായന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായം. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത കാലത്ത് അഹരോൻ്റെയും മോശയുടെയും വംശപാരമ്പര്യമാവിത്. അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ആദിജാതൻ നാദാബ്, അബീഹു, എലയാസർ, ഇഥാമാർ. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ. എന്നാൽ നാദാബും അബീഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലയാസറും ഇഥാമാരും അപ്പനായ അഹരോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ്റെ മുമ്പാകെ നിർത്തുക. അവർ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കാര്യവും സർവ്വസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം. അവർ സമാഗമന കൂടാരത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യണം. നീ ലേവ്യരെ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും കൊടുക്കണം. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ അവന് സാക്ഷാൽ ദാനമായുള്ളവർ ആകുന്നു. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തുവരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്ത് കടിഞ്ഞൂലിനെയൊക്കെയും കൊന്ന നാളിൽ ഇസ്രായേലിൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയെല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം. ഞാൻ യഹോവ ആകുന്നു. യഹോവ പിന്നെയും സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്: ലേവ്യരെ കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണുക. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണിനെ ഒക്കെയും നീ എണ്ണണം. തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരെ എണ്ണി. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ: ഗേർഷോൻ, കെഹാത്ത്, മെരാരി. കുടുംബം കുടുംബമായ ഗേർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ: ലിബ്നി, ശിമെയി. കുടുംബം കുടുംബമായി കെഹാത്തിൻ്റെ പുത്രന്മാർ: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കുടുംബം കുടുംബമായി മെരാരിയുടെ പുത്രന്മാർ: മഹ്ലി, മൂശി. ഇവർ തന്നെ കുലം കുലമായി ലേവിയുടെ കുടുംബങ്ങൾ. ഗേർഷോനിൽ നിന്ന് ലിബ്നിയരുടെ കുടുംബവും ശിമ്യരുടെ കുടുംബവും ഉദ്ഭവിച്ചു. ഇവ ഗേർഷോന്യ കുടുംബങ്ങൾ. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവരുടെ ആകെ തുക 7500. ഗേർഷോന്യ കുടുംബങ്ങളിൽ തിരുനിവാസത്തിൻ്റെ പുറകിൽ പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. ഗേർഷോന്യരുടെ ഭവനത്തിന് ലായേലിൻ്റെ മകൻ ഏലിയാസാഫ് പ്രഭു ആയിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർഷോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമുടിയും സമാഗമന കൂടാരത്തിൻ്റെ വാതിലുള്ള മറശ്ശീലയും തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ മറശ്ശീലയും പ്രാകാരവാതിലിൻ്റെ മറശ്ശീലയും അതിൻ്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളും ആകുന്നു. കെഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും ഇസ്ഹാര്യരുടെ കുടുംബവും ഹെബ്രോന്യരുടെ കുടുംബവും ഉസിയേല്യരുടെ കുടുംബവും ഉദ്ഭവിച്ചു. ഇവ കെഹാത്യരുടെ കുടുംബങ്ങൾ. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ ആണുങ്ങളുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുന്നവർ 8600 പേർ. കെഹാത്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ തെക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. കെഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസിയേലിൻ്റെ മകൻ ഏലീസാഫാൻ പ്രഭുവായിരിക്കണം. അവർ നോക്കേണ്ടത് പെട്ടകം,
മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള വേലയൊക്കെയും ആകുന്നു. പുരോഹിതനായ അഹരോന്റെ മകൻ ഏലയാസർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ മേൽവിചാരകനും ആയിരിക്കണം. മെരാരിയിൽ നിന്ന് മഹ്ലിയരുടെ കുടുംബവും മൂശിയരുടെ കുടുംബവും ഉദ്ഭവിച്ചു. മെരാര്യ കുടുംബങ്ങൾ ഇവ തന്നെ. അവരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ 6200 പേർ. മെരാര്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബിഹയീലിൻ്റെ മകൻ സൂര്യയിൽ പ്രഭു ആയിരിക്കണം. ഇവർ തിരുനിവാസത്തിൻ്റെ വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. മെരാര്യർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചുള്ള എല്ലാ വേലയും. പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. എന്നാൽ തിരുനിവാസത്തിൻ്റെ മുൻവശത്ത് കിഴക്ക്, സമാഗമന കൂടാരത്തിൻ്റെ മുൻവശത്ത് തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവൻ്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുകയും വേണം. അന്യർ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ ആകെ 20000 പേർ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മക്കളിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ ആണുങ്ങളെയൊക്കെയും എണ്ണി പേരായി അവരുടെ സംഖ്യ എടുക്കുക. ഇസ്രായേൽ മക്കളിലെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായിട്ടെടുക്കണം. ഞാൻ യഹോവയാകുന്നു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യജാതന്മാരായ എല്ലാ ആണുങ്ങളെയും പേരായി എണ്ണിയ ആകെ തുക 20273 ആയിരുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ യഹോവയാകുന്നു. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 273 പേരുടെ വീണ്ടെടുപ്പിനായി തലയ്ക്ക് 5 ശേക്കേൽ വീതം വാങ്ങണം. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശെക്കലിന് 1-ന് 20 ഗേര വച്ച് വാങ്ങണം. അവരുടെ എണ്ണത്തെ കവിയുന്നവരുടെ വീണ്ടെടുപ്പ് വില അഹരോനും അവൻ്റെ മക്കൾക്കും കൊടുക്കണം. ലേവ്യരെ കൊണ്ട് വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില മോശെ വാങ്ങി. ഇസ്രായേൽ മക്കളുടെ ആദ്യ ജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1365 ശേക്കേൽ പണം വാങ്ങി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ വീണ്ടെടുത്തവരുടെ വില മോശെ അഹരോനും അവൻ്റെ മക്കൾക്കും യഹോവയുടെ വചനപ്രകാരം കൊടുത്തു. സംഖ്യാപുസ്തകം 4-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സു മുതൽ 50 വയസ്സുവരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബമായും കുലമായും എണ്ണി തുകയെടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടണം. തഹച്ചു തോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനുമീതെ നീലശീല വിരിച്ച് തണ്ടു ചെലുത്തേണം. കാഴ്ചയപ്പത്തിൻ്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തടുകുകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വയ്ക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. ഇവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തകച്ചു തോൽ കൊണ്ടുള്ള മൂടി വിരിയാൽ അത് മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും
അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തകച്ചു തോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തകച്ചു തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവരെടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തകച്ചു തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വയ്ക്കണം. തകച്ചു തോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ ഏലയാസർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധ ധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിനുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ചു കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവൻ്റെ വേലയ്ക്കും അവനവൻ്റെ ചുമട്ടിനും ആക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഗേർശോന്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായി എണ്ണി തുക എടുക്കുക. 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണണം. സേവ ചെയ്യുന്നതിനും ചുവടെടുക്കുന്നതിലും ഗേർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ തിരുനിവാസത്തിലെ തിരശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തകച്ചു തോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശീല, പ്രാകാരത്തിൻ്റെ മറശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ വാതിലിനുള്ള മറശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗേർശോന്യരുടെ എല്ലാ ചുവടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരം ആയിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇതുതന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴിലായിരിക്കണം. മെരാര്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണണം. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുവട് എന്തെന്നാൽ തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർ വിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മെരാര്യരുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇതുതന്നെ. മോശയും അഹരോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ.
ഗോർഷ്യനിരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവർ 2630 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും ഗേർശോന്യ കുടുംബങ്ങളിൽ എന്നിവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാരിയ കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ ആകെ 3200 പേർ. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും മെരാരിയ കുടുംബങ്ങളിൽ എണ്ണിയവർ ഇവർ തന്നെ. മോശയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായി 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശെ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അവനെ എണ്ണി. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.